Hi friends, welcome to Pratapjit. നമ്മുടെ ഇന്നത്തെ വീഡിയോ Redmi Note9Pro എന്ന ഫോണിന്റെ ക്യാമറ റിവ്യൂ ആണ്. 48 മെഗാ പിക്സലിന്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് ഇതിന്റെ റിയർ സൈഡിലുള്ളത്. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ. നമുക്ക് ഫ്രണ്ടിലടക്കം സെൽഫിയിലടക്കം സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ക്യാമറ തന്നെയാണ്. നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ഇമേജുകൾ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും ഒക്കെ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം ഈ വീഡിയോയിലൂടെ തന്നെ കണ്ട് മനസ്സിലാക്കാം. അതിനൊപ്പം ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസ് ഓൺ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. അത് വായിച്ചതിന്റെ എല്ലാ സെക്ഷനും ഓരോ ആപ്പേച്ചറും കാര്യങ്ങളൊക്കെ അത് വായിച്ച് മനസ്സിലാക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതേപോലെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക്. ക്യാമറ ഇമേജുകളിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻ്റർഫേസിൽ ചില മാറ്റങ്ങൾ ഞാനൊന്ന് പരിചയപ്പെടുത്താം. മെയിനായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്ലോ മോഷൻ, അതേപോലെ ഷോർട്ട് വീഡിയോ, ഫോട്ടോസ്, 48 മെഗാ പിക്സൽ, അത് ആ ഒരു ലെവലിൽ ഇമേജ് എടുക്കണമെങ്കിൽ ആ ഓപ്ഷൻ ഉപയോഗിക്കാം. പിന്നെ പോർട്രേറ്റ്, നൈറ്റ് മോഡ്, പനോരമ, പ്രോ മോഡ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇതിനകത്തുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ പ്രോ മോഡിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം അത് മാറി വീഡിയോ ആയി. നമുക്ക് പ്രോ മോഡിൽ തന്നെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പ്രോ ലെവലിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഫീച്ചറും ഇതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫോട്ടോയുടെ ഭാഗത്ത് നമുക്ക് ടോപ്പ് സൈഡിൽ ഒരു സർക്കിൾ ഐക്കൺ കാണാം. പ്രോ കളർ അല്ലെങ്കിൽ കളർ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ഐക്കണാണത്. അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ അടുത്ത സെക്ഷനുകളിൽ കാണിച്ചു തരാം. നമുക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ചെയ്ത കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ നോർമൽ ഇമേജ് ഒരു നാച്ചുറൽ കളറിന് പുറമെ ഒരു എക്സ്ട്രാ കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം ഇതിനകത്ത് വന്നിട്ടുള്ള ചെറിയ മാറ്റം എന്ന് പറയുന്നത് മൂവി ഫ്രെയിം. ടോപ്പ് സൈഡിൽ കാണാം മൂവി ഫ്രെയിം. നമുക്ക് മുകളും താഴെയും കുറേശ്ശെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് 21:9 അല്ലെങ്കിൽ ഒരു സിനിമ സ്റ്റൈലിലൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ സാധിക്കും. അതിൻ്റെ റിസൾട്ടും ഞാൻ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ വീഡിയോയുടെ ഭാഗങ്ങളിൽ ഞാൻ കാണിക്കും. പിന്നെ ഇതിനകത്ത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാക്രോയിലടക്കം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം മാക്രോ. ഈ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീഡിയോയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് ഇതിലൂടെ നമുക്ക് വീഡിയോയും ഷൂട്ട് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൽഫി ക്യാമറയിലും ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ സെൽഫിയിലടക്കം നമുക്ക് സ്ലോ മോഷൻ എടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ റിസൾട്ടും ഞാൻ അടുത്ത സെക്ഷനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയുമാണ് ക്യാമറ ഇൻ്റർഫേസിലെ പ്രധാന ചേഞ്ചുകൾ. ഇനി നമുക്ക് ഇമേജ് സാമ്പിളുകളിലേക്ക് വരാം. പിന്നെ ഇമേജ് സാമ്പിളൊക്കെ നമ്മൾ കുറച്ച് ദിവസം മുമ്പേ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ ലോക്ക്ഡൗൺ ആയതിനു ശേഷം എടുത്തിരിക്കുന്നതല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്ക് നേരെ ഇമേജ് സാമ്പിളുകളിലേക്ക് കിടക്കാം. ഇത് ഒരു നോർമൽ ഇമേജാണ്. നമുക്കിത് കാണുമ്പോൾ പ്രത്യേകിച്ച് കംപ്ലയിൻസ് ഒന്നും പറയത്തക്കതായിട്ടില്ല. ഒരു ഗുഡ് ക്വാളിറ്റി. അടുത്തൊരു ഇമേജ്, ഇതിലും നമുക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ, പറയത്തക്ക ഒരു കംപ്ലയിൻസ് ഒന്നും അവിടെയില്ല. ഓവറോൾ ഗുഡ് ക്വാളിറ്റിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ക്യാമറ ഇമേജ്. നമുക്കിതൊന്ന് സൂം ചെയ്ത് നോക്കാം. അതിൻ്റെ ഫുൾ റെസൊല്യൂഷനിലേക്ക് സൂം ചെയ്ത് എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റി, സ്കൈ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നല്ലൊരു ക്വാളിറ്റിയും ഡീറ്റെയിൽസ് ലെവലും നമുക്ക് ഈ ഒരു ഇമേജുകളൊക്കെ തരുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വൈഡ് ഏരിയ നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോഴും സ്കൈയൊക്കെ നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സൂം ചെയ്തെടുക്കുമ്പോഴും ഡീറ്റെയിൽസ് ലെവലൊന്നും ഒരു കുറവുമില്ല. നല്ല ക്വാളിറ്റിയിൽ തന്നെ മെയിൻ ക്യാമറ നമുക്ക് റിസൾട്ടുകൾ തരുന്നുണ്ട്. ഈ ഒരു ഇമേജിലേക്ക് വരുമ്പോഴും നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി കാണാം. അത് ആ ഇമേജ് സൂം ചെയ്ത് കാണിച്ചിരിക്കുന്നതാണ്. അതിൽ നമുക്ക് നല്ല ഡീറ്റെയിൽസ് ലെവൽ, നല്ല ഡൈനാമിക് റേഞ്ചും ഡീറ്റെയിൽസ് ലെവലും ഒക്കെ നമുക്ക് കാണാം. ഈ ഒരു ഇമേജിലേക്ക് വരുമ്പോഴും നല്ല ഡീറ്റെയിൽസ് ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ഇഷ്യൂസും ഇല്ല. ഇനി 48 മെഗാ പിക്സലിൻ്റെ ഇമേജിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കൂടുതൽ ഇമേജ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. മെയിൻ ക്യാമറയുടെ പോലെ തന്നെ നല്ല പെർഫോമൻസ് ആണ്. കുറേ അധികം സൂം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രയൊക്കെ സൂം ചെയ്യുമ്പോഴും ഈ ഒരു ക്വാളിറ്റി കിട്ടും. അപ്പോൾ കുറച്ചും കൂടി നല്ല സൂമിങ് പോസിബിൾ ആക്കുന്ന ഒരു വലിയ ഇമേജാണ് കിട്ടുക, വലിയ റെസൊല്യൂഷനാണ് കിട്ടുക. ക്വാളിറ്റി രണ്ടും സെയിം ആണ്. ഇനി നമുക്ക് 5x സൂം ചെയ്ത് കഴിഞ്ഞാൽ, ഡിജിറ്റൽ സൂമാണ്, 5x സൂം ചെയ്താലുള്ള റിസൾട്ടാണ് കാണുന്നത്. 8x സൂം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ടാണ്. ഇനി കാണാൻ പോകുന്നത് വൈഡ് ആംഗിൾ ഇമേജാണ്. ഇതൊരു നോർമൽ ഇമേജാണ്. അടുത്ത് ഇതിൻ്റെ വൈഡ് ആംഗിളിലേക്ക് മാറുമ്പോൾ നിങ്ങൾക്ക് ഈ കിട്ടുന്ന ഒരു ഈ കാണുന്ന റിസൾട്ടാണ് നമുക്ക് കിട്ടുക. കുറച്ച് വൈഡ് ഏരിയ ആണ്, പക്ഷേ ഇമേജ് മൊത്തത്തിലൊന്ന് ഡള്ളായിട്ടുണ്ട്. അത് മാത്രമാണ് നോട്ടീസബിൾ ആയ ഒരു കാര്യമുള്ളൂ. ഇത് മറ്റൊരു ഇമേജ്, നല്ലൊരു ക്വാളിറ്റി ഇമേജാണ്. പക്ഷേ ഇത് വൈഡ് ആംഗിളിലേക്ക് എടുക്കുമ്പോൾ സ്വല്പം ഡള്ളാവുന്നതിൻ്റെ ഒരു ക്ലാരിറ്റി കുറവ് പോലെ നമുക്ക് ഫീലിംഗ് ഉണ്ടാകും. ചെറുതായിട്ടൊന്ന് ഡള്ളായിട്ടുണ്ട്, പക്ഷേ എങ്കിലും യൂസബിൾ ആയ ഒരു നല്ല വൈഡ് ആംഗിൾ ഇമേജ്. ഇനി ആ വൈഡ് ആംഗിൾ ഇമേജിനെ സൂം ചെയ്താൽ ഈ ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരാം. ഇതാണ് ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഒരു ക്വാളിറ്റി. മെയിൻ ക്യാമറ എന്തായാലും അടിപൊളി പെർഫോമൻസ് ആണ് ഹ്യൂമൻ സബ്ജക്റ്റിൻ്റെ കാര്യത്തിലും തരുന്നത്. സൂം ചെയ്ത് നോക്കാം. സൂം ചെയ്യുമ്പോൾ ഈ ഒരു റിസൾട്ടാണ്. എന്തായാലും നല്ലൊരു ക്വാളിറ്റി തന്നെ. സൂം ചെയ്യുമ്പോഴും നമുക്ക് ഡീറ്റെയിൽസ് ലെവലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഇമേജ് കൂടി നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ വന്നിട്ടുണ്ട്. യാതൊരു പാകപ്പിഴകളും അതിൻ്റെ ഭാഗത്തില്ല. ഈ ഇമേജിനെ നമുക്കൊന്ന് സൂം ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് ലെവലൊന്ന് നോക്കാം. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മെയിൻ ക്യാമറയുടെ ഇമേജുകൾ അത് നമുക്ക് നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. യാതൊരു കൺഫ്യൂഷനും ആ കാര്യത്തിലില്ല. ഇനി പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോൾ ഒരു കാര്യമാണ്, നമ്മൾ ഹ്യൂമൻ സബ്ജക്റ്റിൽ പോർട്രേറ്റ് മോഡൊക്കെ എടുക്കാൻ ശ്രമിക്കുമ്പോൾ എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ബ്ലറായിരിക്കുന്നതൊക്കെ നല്ലൊരു ഭംഗിയിൽ തന്നെ ബ്ലറായിട്ടുണ്ട്. യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. എഡ്ജ് ഡിറ്റക്ഷനൊക്കെ കറക്റ്റാണ്. സോ ഓവറോൾ പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോഴും നല്ല ക്വാളിറ്റിയാണ്.
സോ ടോട്ടലി മെയിൻ ക്യാമറ ഇമേജുകളുടെ കാര്യത്തിൽ ഏത് തരത്തിലുള്ള ഇമേജുകളാണെങ്കിലും എങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഡേ ലൈറ്റിൽ നല്ല പെർഫോമൻസ് ആണ് മെയിൻ ക്യാമറ തരുന്നത്. ഇനി മെയിൻ ക്യാമറയുടെ വീഡിയോ സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ്, അതായത് ഡിഫോൾട്ട് സെറ്റപ്പ് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റിയാണ്. നല്ല ഡീസൻ്റ് ആയ ഒരു വീഡിയോ ക്വാളിറ്റി, പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇല്ല. അതിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിൽ നമ്മൾ കണ്ടാലും ഇത്തിരി ലൈറ്റ് കുറവുള്ള സാധനങ്ങളിലേക്ക് വന്നാലും ഒക്കെ നല്ല ഡീസൻ്റ് ആയ വീഡിയോ ക്വാളിറ്റിയാണ് കിട്ടുന്നത്. അതിൽ പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇല്ല. എന്തായാലും അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക. ഇതാണ് അതിൻ്റെ ഒരു റിസൾട്ട്. വീഡിയോ നോർമലി ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിൻ്റെ സ്റ്റെബിലൈസേഷൻ ലെവൽ ഒന്ന് നോക്കാം. ഫുൾ HD നമുക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻ ഉണ്ട്. കാരണം ഞാനിവിടെ സ്റ്റെപ്പ് ഇറങ്ങിയൊക്കെ നടന്ന് പോകുമ്പോഴും വീഡിയോ നല്ല സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഫുൾ HD വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റിയുടെ ഒപ്പം തന്നെ നല്ല സ്റ്റെബിലൈസേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. വൈഡ് ആംഗിൾ വീഡിയോ ആണ് നിങ്ങൾ ഈ കാണുന്നത്. വൈഡ് ആംഗിളിലും നല്ല ക്വാളിറ്റി ഉണ്ട്. ചെറിയൊരു ഡള്ളായിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫുൾ HD നോർമൽ വീഡിയോയിൽ കിട്ടിയ ഒരു കളറും കാര്യങ്ങളും ഒരു ഡീസൻറ്റ് എന്താ പറയുക ഒരു ക്വാളിറ്റി നമുക്ക് വൈഡ് ആംഗിളിലില്ല. പക്ഷേ എങ്കിലും വൈഡ് ആംഗിളും യൂസബിളായ നല്ല ക്വാളിറ്റിയുള്ള വീഡിയോ തന്നെയാണ്. ഇവിടെയും നമുക്ക് ആ ഒരു സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ വൈഡ് ആംഗിൾ ക്യാമറയും നമുക്ക് വീഡിയോ റെക്കോർഡിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സെറ്റപ്പ് തന്നെയാണ്. സോ നല്ലൊരു ക്വാളിറ്റി മെയിൻ ക്യാമറയും വൈഡ് ആംഗിൾ ക്യാമറയും തരുന്നു. കൂട്ടത്തിൽ 4K വീഡിയോ സാമ്പിളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. നല്ലൊരു 4K വീഡിയോ, പക്ഷേ സ്റ്റെബിലൈസേഷൻ ഇല്ല. അതിൻ്റെ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വളരെ ഷേക്കി ആയ ഒരു ഫുട്ടേജ് ആണ്. പക്ഷേ എങ്കിലും ക്വാളിറ്റി നിങ്ങൾ ട്രൈപോഡോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു 4K ഫുട്ടേജസ് നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കും. സെൽഫി ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാർഷ് ലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് അല്ലെങ്കിൽ ഹാർഷ് ലൈറ്റ് ഉള്ളപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പോലത്തെ ലൈറ്റ് കളർ ഷർട്ടാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെ ലൈറ്റ് ഏരിയകൾ ഉണ്ടെങ്കിൽ ആ ഏരിയകൾ ഇതുപോലെ ബ്ലോൺ ഔട്ട് ആയി പോകും. അതായത് ആ ഷർട്ട് ശരിക്കും കാണാൻ പറ്റുന്നില്ല, അവിടെ ഫുൾ വൈറ്റ് മാത്രമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം പലപ്പോഴും വരുന്നുണ്ട്. പ്രത്യേകിച്ചും പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ അത് ധാരാളമായിട്ട് കാണാം. അടുത്തൊരു പോർട്രേറ്റ് ഇമേജ് ഞാൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് കണ്ട് മനസ്സിലാക്കാം. നോർമൽ ഇമേജിൽ അത്ര വലിയ ഇഷ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണില്ല. പക്ഷേ പോർട്രേറ്റിലേക്ക് വരുമ്പോഴാണ് നമുക്കത് ഏറ്റവും കൂടുതലായിട്ട് ഫേസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇമേജ് നോർമൽ ഇമേജ് ആണെങ്കിൽ കൂടിയും ആ ഒരു ഷർട്ട് ബ്ലോൺ ഔട്ട് ആയി പോകുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ സെൽഫി ക്യാമറയിലാണ് ഈ ഒരു ഇഷ്യൂ കൂടുതലായിട്ട് വരുന്നത്. കണ്ടോ, പോർട്രേറ്റ് മോഡ് ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ നിങ്ങൾക്ക് കാണാം. ഷർട്ടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വശങ്ങളും നമുക്ക് ബ്ലോൺ ഔട്ട് ആയി പോയിട്ട്. അപ്പോൾ ഹാർഷ് ലൈറ്റ് ഉള്ള സാഹചര്യങ്ങളിൽ ലൈറ്റ് ഏരിയകളൊക്കെ ഇങ്ങനെ ബ്ലോൺ ഔട്ട് ആയി പോകും. പക്ഷെ അതല്ലെങ്കിൽ ഹാർഷ് ലൈറ്റ് ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ ഇതുപോലെ നല്ല ക്വാളിറ്റി കിട്ടുകയും ചെയ്യും. അതിൻ്റെ ഡീറ്റെയിൽസ് ലെവൽ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ ബെസ്റ്റ് ഡീറ്റെയിൽസ് ലെവലാണ്, നല്ല ക്വാളിറ്റിയാണ്. ഹാർഷ് ലൈറ്റിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ക്യാമറയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളത് മാത്രമാണ് ഒരു ഇഷ്യൂ. അതല്ലാത്ത പക്ഷം നല്ല പെർഫോമൻസ് ആണ്, നല്ല ക്വാളിറ്റിയും നല്ല ഡീറ്റെയിൽസ് ലെവലും നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. ഇത് ക്യാമറയെ സംബന്ധിച്ചൊരു ചെറിയ നെഗറ്റീവാണ്, മനസ്സിൽ നോട്ട് ചെയ്ത് വെക്കുക. അത് ഒരു നെഗറ്റീവ് സെക്ഷനാണ്. ഇനി സെൽഫിയുടെ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് സെൽഫിയുടെ ഒരു വീഡിയോ ക്വാളിറ്റി. ഒരു നല്ല വീഡിയോ ക്വാളിറ്റിയാണ്, പറയത്തക്ക യാതൊരു ഇഷ്യൂസും ഇല്ല. വളരെ ഡീസൻ്റ് ആയ ഒരു വീഡിയോ ക്വാളിറ്റി. പക്ഷേ ഹാർഷ് ലൈറ്റ് നമ്മുടെ ഡ്രസ്സിലേക്ക് അടിക്കുമ്പോൾ ഈ ഒരു ലൈറ്റ് കളർ ഡ്രസ്സുകളാണെങ്കിൽ അതിങ്ങനെ ചെറുതായിട്ട് ഷോൾഡർ സൈഡൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ബ്ലോൺ ആയി പോകുന്നത്. അതൊഴിച്ചാൽ വേറെ പറയത്തക്ക യാതൊരു ഇഷ്യൂ ഇല്ല. നല്ല ഡീറ്റെയിൽസ് ലെവലും നല്ല ക്വാളിറ്റിയും നമുക്ക് ഈ ഒരു ക്യാമറ തരുന്നുണ്ട്. ഒരു ഇഷ്യൂസും വേറെ പറയത്തക്കതായിട്ട് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാനില്ല. ഇനി ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ക്ലിപ്പ് കൂടി ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഡയറക്റ്റായിട്ടും ഇതിൻ്റെ ഫോണിൻ്റെ മൈക്കിലൂടെ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വീഡിയോയുടെ ഒപ്പം ഓഡിയോ കൂടി റെക്കോർഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഈ ഒരു വീഡിയോയുടെ ക്വാളിറ്റി ഇത്തിരി വ്യത്യസ്തമാണ്. അതായത് നമ്മളിപ്പോൾ ജനലൊക്കെ തുറന്നിട്ടിട്ട് വീടിനകത്തിരിക്കുന്ന, എൻ്റെ ഓഫീസിനകത്തിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. പുറമേ നിന്നുള്ള ലൈറ്റൊക്കെ ഉണ്ട്, കൂട്ടത്തിൽ തന്നെ അകത്തുള്ള ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൻ്റെ സപ്പോർട്ടുണ്ട്. ടോട്ടലി നല്ല ലൈറ്റിങ്ങോട് കൂടി നമ്മൾ ഇൻഡോറിനകത്തിരുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റി ആയിരിക്കും വീഡിയോയ്ക്ക് ഉണ്ടായിരിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും ഏറെക്കുറെ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ സെൽഫി ക്യാമറയുടെ ഒരു പെർഫോമൻസ് ആണ് നിങ്ങൾ കാണുന്നത്. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയാണ്, ഒരു ഇഷ്യൂസും ഇവിടെ പറയത്തക്കതായിട്ടില്ല. നല്ല ഡീസൻ്റ് ആയ ക്വാളിറ്റിയുള്ള നല്ല ഡീറ്റെയിൽസ് ലെവലൊക്കെ ഉള്ള ഒരു ഇമേജുകൾ ലൈറ്റിംഗ് കണ്ടീഷൻ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ, ലോ ലൈറ്റ് അല്ല കേട്ടോ, ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനാണ്. ലോ ലൈറ്റിൽ ഇതിൻ്റെ പെർഫോമൻസ് ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്ന് പല സുഹൃത്തുക്കളും പല വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്, നല്ല ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഇതുപോലെ നല്ല ക്വാളിറ്റിയാണ്. അത് പോർട്രേറ്റ് ആയാലും നോർമൽ ഇമേജുകളായാലും ഒക്കെ നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് വരാം. വീഡിയോ നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ രീതിയിലുള്ളൊരു ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റിംഗ് ഉള്ളപ്പോൾ ഈ ഒരു ബെസ്റ്റ് ക്വാളിറ്റി. എന്നെ സംബന്ധിച്ച് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ 13,000 രൂപയുടെ ഒരു ഫോണിൽ സെൽഫി ക്യാമറയിലും ഈ ഒരു ക്വാളിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സഫീഷ്യൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കിത് മതിയോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും ഈ ഒരു ക്വാളിറ്റി നമ്മൾ പലതരത്തിൽ ലൈറ്റിൻ്റെ പല ഏരിയയിലേക്ക് മാറിയിരുന്നു കൊണ്ടൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ ഏരിയകളിലെല്ലാം തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ലൈറ്റ് കുറയുമ്പോൾ മാത്രമായിരിക്കണം ഒരു പക്ഷേ ഈ ലോ ലൈറ്റിലേക്ക് വരുമ്പോഴാണ് ഇഷ്യൂസ് നമുക്ക് കാണുക. എന്തായാലും
ഈ ഒരു 13,000 രൂപയുടെ ഫോൺ എന്ന രീതിയിൽ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻസ് സെൽഫി ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ ഈ രീതിയിലുള്ള ഒരു മികച്ച ക്വാളിറ്റി എന്നെ സംബന്ധിച്ച് മികച്ച ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു, ഒരു മികച്ച ക്വാളിറ്റി കിട്ടുന്നു. ഇനി നമുക്ക് ഈ ലൈറ്റിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്കൊരു ലൈറ്റ്, ഇവിടുത്തെ ലൈറ്റുകൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു ചെറിയ ലൈറ്റ്, ഇത്തിരി അകലെന്നുള്ളൊരു ലൈറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അപ്പോഴും തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ട്, വലിയ ഇഷ്യൂ ഒന്നും പറയത്തക്കതായിട്ടില്ല. നമുക്ക് ഉള്ള മറ്റൊരു ലൈറ്റ് കൂടി ഓഫ് ചെയ്യാം. തീരെ ഡാർക്കിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് പരിശോധിക്കാം. അപ്പോൾ തീരെ ഡാർക്കിലേക്ക് വരുമ്പോൾ ഈ ഒരു ലെവലിലായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ ആര് വീഡിയോ എടുക്കാനാണ്? അപ്പോൾ ലോ ലൈറ്റിൽ പെർഫോമൻസ് വീഡിയോ ക്യാമറ സെൽഫി വീഡിയോയിൽ വലിയ ഇഷ്യൂ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഇത് കണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഇനി മെയിൻ ക്യാമറ ഇതിൻ്റെ ഇമേജുകൾ, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ വരുമ്പോൾ ഇമേജുകളാണ് നിങ്ങളിവിടെ കാണുന്നത്. നല്ല ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. നല്ല ഒന്നിലധികം ഇമേജുകൾ ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടു നോക്കാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്, നല്ല ലൈറ്റിംഗ്, സഫീഷ്യൻ്റായ ലൈറ്റിംഗ് ഉള്ളപ്പോൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയും തരുന്നത്. ഇപ്പോൾ ലൈറ്റ് കുറഞ്ഞു, ഒരു ലൈറ്റ് സോഴ്സ് മാത്രമേ ഉള്ളൂ. നേരത്തെ നമ്മൾ 2-3 ലൈറ്റ് സോഴ്സ് ഉള്ളിടത്താണ് എടുത്തത്. ഇപ്പോൾ ഒരു ലൈറ്റ് സോഴ്സേ ഉള്ളൂ, എങ്കിലും തരക്കേടില്ലാത്തൊരു ക്വാളിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ ലൈറ്റിംഗ് കുറയുന്നതിനനുസരിച്ച് ക്വാളിറ്റി സ്വല്പം കുറയുന്നത് നമുക്കിവിടെ കാണാം. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടി ഇനി ലൈറ്റ് അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ, ലോ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗതിയാകെ മാറുന്നുണ്ട്. കണ്ടോ, ലോ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ക്വാളിറ്റി സാധാരണയിൽ കവിഞ്ഞിത്തിരി കുറവാണ് കാണുന്നത്. നൈറ്റ് മോഡ് ഉപയോഗിച്ചാലും വളരെ കുറവ് ക്വാളിറ്റിയാണ്. അത്ര വലിയൊരു ഇമ്പ്രസീവായൊരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും നൈറ്റ് മോഡ് ഉപയോഗിച്ചാലും കാണുന്നില്ല. സോ ലോ ലൈറ്റിലെ പെർഫോമൻസ്, ലൈറ്റ് കുറവുള്ള സാഹചര്യങ്ങളിലെ പെർഫോമൻസ് കുറച്ചുകൂടി ബെറ്റർ ആവാമായിരുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ വീഡിയോ ക്വാളിറ്റിയാണ് നിങ്ങളവിടെ കാണുന്നത്. നല്ലൊരു വീഡിയോ ക്വാളിറ്റിയാണ്, പറയത്തക്ക ഇഷ്യൂസ് ഒന്നുമില്ല. ഒരു ബെസ്റ്റ് ക്വാളിറ്റി വീഡിയോ എന്ന് തന്നെ ഞാൻ പറയും. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ എന്തായാലും നല്ല ക്വാളിറ്റിയാണ്. ലോ ലൈറ്റിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല. ലൈറ്റ് കുറവുള്ളപ്പോൾ ക്യാമറ എന്തായാലും സ്ട്രഗിൾ ചെയ്യും. പക്ഷേ അത്യാവശ്യം ഒരു സിംഗിൾ ലൈറ്റിൻ്റെ സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ക്വാളിറ്റി കിട്ടുന്നു എന്ന് പറയുമ്പോൾ എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. ഇനി നമുക്ക് മാക്രോ ക്യാമറ ഇമേജുകളിലേക്ക് വരാം. ഒരു നല്ല ഇമേജ് ക്വാളിറ്റിയാണ് മാക്രോയിലും കിട്ടുന്നത്. നിങ്ങൾക്ക് കാണാം, ചെടിയുടെ ഇലകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇലകളൊക്കെ നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് കാണാം. അടിപൊളി ക്ലാരിറ്റിയിലാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. സോ മാക്രോ ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ 13,000 രൂപ റേഞ്ചിൽ എന്തായാലും ഏറ്റവും ബെസ്റ്റ് മാക്രോ ക്യാമറ ഇമേജുകൾ നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇമേജുകൾ കൂടുതൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ ഡിപ്പെൻഡ് ചെയ്താൽ തെറ്റുപറ്റില്ല. നല്ല മാക്രോ ഷോട്ടുകൾ എടുക്കാൻ പറ്റിയ ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. ഇതിനകത്ത് ഇതിന് വീഡിയോ കപ്പാസിറ്റി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോയും ഇതേ മാക്രോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി കളർ ബൂസ്റ്റിംഗ്, നമ്മൾ ക്യാമറ ഇൻ്റർഫേസ് പരിചയപ്പെടുത്തിയപ്പോൾ ടോപ്പ് സൈഡിൽ ഒരു ചെറിയ സർക്കിൾ ഐക്കൺ പറഞ്ഞിരുന്നു. റൈറ്റ് സൈഡിലാണ് കളർ ബൂസ്റ്റഡ് ഇമേജ്. നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം. ഇപ്പോഴും റൈറ്റ് സൈഡിലാണ് കളർ ബൂസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ഐക്കൺ എനേബിൾ ചെയ്ത് വെച്ചെടുത്താൽ റൈറ്റ് സൈഡിലുള്ള ഇമേജ് പോലത്തെ ഇമേജ് ആയിരിക്കും കിട്ടുക. കുറച്ച് കളർ കൂട്ടിക്കാണിക്കും. അടുത്തൊരു ഇമേജിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കാണാം. നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ കുറച്ചുകൂടി പഞ്ചായ കളറുകളുള്ള ഇമേജുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് പഞ്ചായ കളറുള്ള ഇമേജുകൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഇനി നമ്മൾ കാണുന്നത് മൂവി ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഞാനത് ക്യാമറ ഇൻ്റർഫേസിൽ പറഞ്ഞിരുന്നു. അത് എനേബിൾ ചെയ്താൽ ഇതുപോലെ ടോപ്പിലും താഴെയും ഒരു ബ്ലാക്ക് ബോർഡറുകൾ ആഡ് ചെയ്തുകൊണ്ട് ഒരു സിനിമയുടെ റേഷ്യോ പോലെ 21:9 ആ ഒരു റേഷ്യോ, സിനിമയുടെ ഒരു റേഷ്യോയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം. അതും സ്റ്റെബിലൈസേഷനും നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. എന്തായാലും ഇതാണ് അതിൻ്റെ ഒരു ക്വാളിറ്റി, കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇനി നിങ്ങൾ കാണുന്നത് സെൽഫി ക്യാമറയുടെ ഒരു സ്ലോ മോഷനാണ്. നമ്മൾ ക്യാമറ ഇൻ്റർഫേസ് പരിചയപ്പെടുത്തിയപ്പോൾ അവിടെ സെൽഫിയിലും സ്ലോ മോഷൻ ഉള്ളതായിട്ട് പറഞ്ഞിരുന്നു. ആ സംഭവമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സെൽഫി സ്ലോ മോഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം ടിക്ടോക്ക് വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്ലോ മോഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടേക്കാം. എന്തായാലും ആ ഒരു സംഗതിയുടെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കുക. ഇതായിരിക്കും സെൽഫി ക്യാമറയുടെ ഒരു സ്ലോ മോഷൻ്റെ ക്വാളിറ്റി. ഇനി സ്ലോ മോഷനാണ്. 240 ഫ്രെയിം പെർ സെക്കൻഡ് സ്ലോ മോഷനാണ്. കണ്ട് തന്നെ മനസ്സിലാക്കാം അതിൻ്റെ ഒരു ക്വാളിറ്റി. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ Redmi Note 9 Pro എന്ന ഫോണിൻ്റെ ഒരു ക്യാമറ റിവ്യൂ. ടോട്ടലി ക്യാമറ റിവ്യൂ കഴിയുമ്പോൾ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ ഒരു ക്യാമറയിൽ 2 നെഗറ്റീവ് പോയിന്റുകളാണ് കണ്ടത്. ഒന്ന്, സെൽഫി ക്യാമറ നമ്മൾ ഹാർഷ് ലൈറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ഫോട്ടോസോ വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ലൈറ്റ് ഏരിയകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഷർട്ടൊക്കെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ, ഈ വീഡിയോ ഞാൻ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ലൈറ്റ് കളർ ഷർട്ടാണെങ്കിൽ ആ ഒരു ലൈറ്റ് ഏരിയ ബ്ലോൺ ഔട്ട് ആക്കി കളയുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുക. ഒരു നെഗറ്റീവ്. രണ്ടാമത്, ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ ലൈറ്റ് കുറവുള്ള സാഹചര്യങ്ങളിൽ സാധാരണ റെഡ്മി ഫോണുകളിൽ കാണുന്ന ഒരു ക്വാളിറ്റി ഇല്ല, കുറച്ച് കുറവാണ്. അപ്പോൾ ലോ ലൈറ്റ് പെർഫോമൻസ് സ്വല്പം കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും വൈഡ് ആംഗിളിലും മാക്രോയിലും ഒക്കെ വീഡിയോ എടുക്കാൻ കഴിയുന്ന സെൽഫിയിൽ സ്ലോ മോഷനൊക്കെയുള്ള ഒരു അടിപൊളി ക്യാമറ സെറ്റപ്പായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എങ്ങനെയാണ്? ഈ ഒരു ക്യാമറ ക്വാളിറ്റി
അടിപൊളിയാണോ? അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. അതിൻ്റെ ഒപ്പം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.